ഹലോ എവരി വൺ, എഞ്ചിനീയറിംഗ് സ്കിൽ ഡെസ്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ വെൽഡ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ എന്നത്തെയും പോലെ തന്നെ സോളിഡ് വർക്ക്സ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഏതെങ്കിലും ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ടോപ്പ് പ്ലെയിൻ ആണ് സെലക്ട് ചെയ്യുന്നത്. ടോപ്പ് പ്ലെയിൻ സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് സ്കെച്ച് ചെയ്യാനുള്ള ആ ഒരു സംഗതി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്കെച്ചിൽ പോയിട്ട് സെന്റർ റെക്ടാങ്കിൾ എടുക്കുന്നു. അതിനുശേഷം ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യുന്നു. ഇഷ്ടമുള്ള ഡയമെൻഷൻസ് നിങ്ങൾ അപ്ലൈ ചെയ്യാം. എനിക്കിവിടെ മില്ലിമീറ്ററിലാണ് ഞാൻ ഡയമെൻഷൻസ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു 3000 ഇവിടെ കൊടുക്കുകയാണ്. 3000 ഇവിടെ നമുക്കൊരു 4500 നമുക്ക് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇതിന് നമുക്ക് എക്സ്ട്രൂഡ് ബോസ് ചെയ്യാം. എക്സ്ട്രൂഡ് ബോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഐഡിയ അനുസരിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ ടേബിളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് അതിൻ്റെ ടോപ്പ് കൂടി ഉണ്ടാക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു എളുപ്പ വഴി എന്നുള്ളത് ഇതിന് താഴത്തോട്ട് നമുക്ക് എക്സ്ട്രൂഡ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫീച്ചേഴ്സിൽ പോവുക, ബോസ് എക്സ്ട്രൂഡ് എടുക്കുക. ബോസ് എക്സ്ട്രൂഡ് എടുത്തതിന് ശേഷം നമുക്ക് ആ ലെങ്ത്, അതായത് ടേബിളിന്റെ ലെഗിന്റെ ലെങ്ത് എത്ര വേണം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു 3000 കൊടുക്കാം. അപ്പൊ ഇതിപ്പോ മോളോട്ടാണ് എക്സ്ട്രൂഡ് ആയിരിക്കുന്നത്. നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വരും. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പൊ നമുക്കൊരു ബോസ് എക്സ്ട്രൂഡഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ഇവിടെ സ്കെച്ചിൽ വരിക, 3D സ്കെച്ച് സെലക്ട് ചെയ്യുക. 3D സ്കെച്ച് സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ഏതെങ്കിലും ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ എ ഞെക്കുക. കൺട്രോൾ എ ഞെക്കിയതിനു ശേഷം കൺവേർട്ട് എൻറ്റിറ്റി, സ്കെച്ചിൽ തന്നെ കൺവേർട്ട് എൻറ്റിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പം ആ എഡ്ജസുകളെല്ലാം, ഔട്ടർ എഡ്ജസുകളെല്ലാം ഒരു എൻറ്റിറ്റി ആയിട്ട് കൺവേർട്ട് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് 3D സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ബോസ് എക്സ്ട്രൂഡിങ് നമുക്ക് ഹൈഡ് ചെയ്യാം. അതിനുശേഷം 3D സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടും. ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ വെൽഡ്മെന്റ് യൂസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം സ്ട്രക്ചറൽ നമ്പർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം ഏത് ഡയമെൻഷൻ, ഏത് സ്റ്റാൻഡേർഡ് ഉള്ള ഡയമെൻഷൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. NSI ഇഞ്ച് ആണ് തൽക്കാലം ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഇത് നിങ്ങൾക്ക് ഇതിനകത്തൊന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകമായിട്ട് മറ്റൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അതിനുശേഷം ടൈപ്പ് എന്നുള്ളത് ആംഗിൾ അയൺ വേണോ, സി ചാനൽ വേണോ, പൈപ്പ് വേണോ. പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റൗണ്ട് ഷേപ്പിലുള്ളതാണ്. റെക്ടാങ്കുലർ ട്യൂബ് വേണോ, എസ് സെക്ഷൻ വേണോ, സ്ക്വയർ ട്യൂബ് വേണോ എന്നുള്ളതൊക്കെ ഇതിനകത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഒരു വെറൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് സ്ക്വയർ ട്യൂബ് സെലക്ട് ചെയ്യാം. സ്ക്വയർ ട്യൂബ്, ആ സ്ക്വയർ ട്യൂബിന്റെ ഡിഫറെന്റ് സൈസുകൾ ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്കിവിടെ 4x4 സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏതൊക്കെ പ്രൊഫൈലാണ്, അതായത് ആദ്യം നമ്മൾ വെൽഡ് ചെയ്യാൻ പോകുന്ന പ്രൊഫൈൽ, അതായത് എന്തെങ്കിലും വെൽഡ് ചെയ്ത് മെർജ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടായിരിക്കും അടുത്ത ഒരു സംഗതിയിലേക്ക് വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എളുപ്പം ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം ഈ മുകളിലത്തെ സംഗതികൾ ആദ്യം വെൽഡ് ചെയ്യാം. പൈപ്പ് കട്ട് ചെയ്തിട്ട് ഈ ഡയമെൻഷൻസിൽ കട്ട് ചെയ്തിട്ട് ഇതിനെ നമുക്ക് വെൽഡ് ചെയ്തെടുക്കാം. അതിനെ ഒരു ഗ്രൂപ്പ് ആവുന്നു. അപ്പോൾ അതൊരു ഗ്രൂപ്പായി. നമ്മൾ അടുത്ത ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുക. അടുത്ത ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ കാലുകൾ ഇതിനകത്തോട്ട് വെൽഡ് ചെയ്ത് ചേർക്കാം. ഓക്കെ, അപ്പം അതിന്റെ ഒരു ഗ്രൂപ്പും കംപ്ലീറ്റ് ആയി. ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ 3D സ്കെച്ചിനെ കൂടെ ഒന്ന് ഹൈഡ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഈ താഴെയുള്ള വരകളൊക്കെ പോകും. ഇപ്പൊ നമുക്കൊരു സ്ട്രക്ചർ കിട്ടി, ഒരു മെറ്റാലിക് സ്ട്രക്ചർ കിട്ടി. നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും ഇതിന്റെ ഓരോ കാര്യങ്ങൾ. ഇതിന്റെ ഡയമെൻഷൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാനിന്ന് കാണിച്ചു തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ഇതിപ്പോ ഞാനിങ്ങനെ ചെയ്തു. അതിനുശേഷം എനിക്ക് വേണ്ടത് ഒരു ടേബിളിന്റെ ഒരു ടോപ്പ് ഉണ്ടാക്കണം അല്ലെ. അപ്പൊ ഞാനൊരു ഗ്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാനിപ്പം ഇതിപ്പോ ടോപ്പ് ലൈൻ ആണ്. ഓക്കെ, ടോപ്പ് ലൈനിൽ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ടോപ്പ് ലൈനിൽ നിന്ന് ഇത്രയും മുകളിലേക്ക് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ലെങ്തിനെ കൂടെ കവർ ചെയ്യത്തക്ക രീതിയിലായിരിക്കണം നമ്മളെ ആ ഒരു ഇത് വരേണ്ടത്. ഏതാണ് ആ ടോപ്പ് ആയിട്ടുള്ള സംഗതി വരേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. റെഫറൻസ് ജിയോമെട്രി, റെഫറൻസ് പ്ലെയിൻ. അപ്പൊ ഇത് എന്തിന് റെഫറൻസ് ആയിട്ട് വരണം? ഇതിന് റെഫറൻസ് ആയിട്ട് വരണം. അതുപോലെ തന്നെ ഇതിലും വരണം. അപ്പൊ രണ്ടാമത്തെ ഇത് റെഫറൻസ് ആയിട്ട് ഈ ഫേസ് ആണ് ഞാൻ കൊടുത്തത്. ഒന്ന് ടോപ്പ് പ്ലെയിൻ കൊടുത്തു, രണ്ടാമത്തെ ആ ഫേസ് കൊടുത്തു. ഫേസിൽ നിന്നും
ഫേസിന് കോയിൻസിഡന്റ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നില്ല. ഓക്കെ, ശരിയല്ല. ഓക്കെ, ഫേസിൽ നിന്നും നമുക്കിപ്പം ആ ഒരു റഫറൻസ് പ്ലെയിൻ ഈ ഒരു ഗ്യാപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതിനെ ഇവിടുത്തെ ഗ്യാപ്പ് കൂട്ടിയാലും മതി, പതിയെ കൂട്ടി 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 ഇതിന്റെ മുകളിൽ കൊണ്ടുവരിക. ഓക്കെ, ഒന്ന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അതുമായിട്ട് സിറ്റിംഗ് ആവും, ടച്ച് ആയിക്കോളും. ഓക്കെ, അങ്ങനെ ടച്ച് ആയതിനു ശേഷം അത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ഒരു റഫറൻസ് പ്ലെയിൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ റഫറൻസ് പ്ലെയിനെ സെലക്ട് ചെയ്തിട്ട് ഈ നോർമൽ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്കെച്ചിൽ വരിക, സെയിം ആ ഒരു സംഗതി ഇവിടെ അപ്ലൈ ചെയ്യുക, ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഡയമെൻഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 3500. അതിനുശേഷം ഇവിടുത്തെ ഡയമെൻഷൻസ് അപ്ലൈ എടുക്കുക, 5500. ഓക്കെ, ഇപ്പോൾ അത് ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഇതിനെ ഒന്ന് എക്സ്ട്രൂഡ് ബോസ് ചെയ്യണം. ഫീച്ചേഴ്സിൽ വരിക, എക്സ്ട്രൂഡ് ബോസ് ചെയ്യുക. ഇത് വളരെ വലിയൊരു ഇതാണ്. ഏകദേശം നമുക്കൊരു ഗ്ലാസ് ആണ്, ഒരു 5 mm തിക്നെസ് അല്ലെങ്കിൽ 10 mm തിക്നെസ്. 10 mm തിക്നെസ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 1 സെന്റിമീറ്റർ ആയി. 10 mm തിക്നെസ് മതി. 10 mm കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 10 mm ഒരു ഗ്ലാസ് ഇവിടെ വരുന്നതാണ്. അല്ലെങ്കിൽ ഒരു 25 mm കൊടുക്കാം, ഒരു കുറച്ചുകൂടി ഒന്ന് വ്യക്തമായിട്ട് കാണുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പം അവിടെ ആ ഒരു ഇത് വന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ആ എഡ്ജൊക്കെ ഭയങ്കര ഷാർപ്പാണ് അല്ലേ. ഈ എഡ്ജൊക്കെ കയ്യിൽ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ എഡ്ജുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യാം. അപ്പൊ അതിന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് എഡ്ജ് എങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നുള്ള കാര്യം. നമുക്ക് ഫില്ലറ്റ് എന്ന് പറഞ്ഞൊരു സംഗതി യൂസ് ചെയ്യാം. അല്ലാതെ പല മെത്തേഡുകളും ഉണ്ട്. നമുക്ക് തൽക്കാലം ഫില്ലറ്റ് എന്ന് പറഞ്ഞ സംഗതി യൂസ് ചെയ്യാം. ഇവിടെ ഒരു സെലക്ട് ചെയ്തു. അതിനുശേഷം അങ്ങനെ 4 എഡ്ജുകളും നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നാല് എഡ്ജുകളും സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു 60 കൊടുക്കാം. 60 കൊടുത്ത് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ ടേബിൾ എഡ്ജൊക്കെ ഒന്ന് ഷേപ്പ് ആയിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മെറ്റീരിയൽസിനെ അപ്ലൈ ചെയ്യാം. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ ഇതിന്റെ ലെഗ്സ് ഒരു അലൂമിനിയം കൊണ്ട് ആണ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. സോ ഇവിടുന്ന് നമുക്ക് മെറ്റീരിയൽ ഇവിടെ കൊടുക്കാം. മെറ്റീരിയൽ എന്നുള്ളിടത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് മെറ്റീരിയൽ. ഇതിനകത്തുനിന്ന് അലൂമിനിയം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അലൂമിനിയം, ഏത് അലൂമിനിയം ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൂമിനിയം സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ലൈ, ക്ലോസ്. ഓക്കെ, അതിനുശേഷം ഇവിടെ അപ്പിയറൻസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പിയറൻസിനകത്ത് മെറ്റലിനകത്ത് അലൂമിനിയം കാണും. മെറ്റൽ, അലൂമിനിയം, അലൂമിനിയം. ഈ അലൂമിനിയം നമുക്ക് ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ സംഗതിയിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അലൂമിനിയം അപ്ലൈ ആയി. അതിനുശേഷം ഞാൻ ഇതിനെ ഗ്ലാസ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഗ്ലാസ് ഉണ്ടോ എന്ന് നോക്കാം. യെസ്, ഇവിടെ ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസിനകത്ത് ഗ്ലോസ് ടെക്സ്ചേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്ചേർഡ് ഗ്ലാസ്, തിക്നെസ് ഗ്ലാസ്. ഓക്കെ, തിക്നെസ് ഗ്ലാസ് ആണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു തിക്നെസ് ഗ്ലാസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ തിക്നെസ് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അട്രാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സീൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ ബേസിക് സീൻസിനകത്ത് അല്ലെങ്കിൽ സ്റ്റുഡിയോ സീനിനകത്ത് പറ്റിയ ഒരു ഇതുണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
നമ്മുടെ ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ ടേബിളിന്റെ പുറത്തുകൂടി ഒരു പ്ലെയിനിന്റെ ഒരു ഇതുകൂടി നമ്മൾ കാണുന്നുണ്ട്. അതിന് ഇവിടെ ഒന്ന് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സംഗതി ഒക്കെ ആയി. ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു വെൽഡ്മെന്റ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. യെസ്, വൺ മോർ തിങ് ഈസ് ദാറ്റ് നമുക്ക് ഇതിന്റെ ഡയമെൻഷൻസ് എടുക്കണം എന്ന് വിചാരിക്കുക. ഡയമെൻഷൻസ് എടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് അറിയാൻ സാധിക്കും. അങ്ങനെ ഡയമെൻഷൻസ് എടുക്കണം എന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടൊരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ വന്നിട്ട് മേക്ക് ഡ്രോയിങ് ഫ്രം പാർട്ട് ഓർ അസംബ്ലി എന്ന് പറഞ്ഞ ഈ സംഗതി സെലക്ട് ചെയ്യുക. സേവ് ആൻഡ് ഇൻസേർട്ട് എവിടെയെങ്കിലും നമ്മൾ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നു. ടേബിൾ സോളിഡ് വർക്ക് പാർട്ട് എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ A4 വേണമെങ്കിൽ കൊടുക്കാം. അതിന് തന്നെ പല ഇതിലുണ്ട്, നമുക്ക് എടുക്കാം. അതിനകത്ത് ഇപ്പോൾ A4 ISO ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ ഫോർ ഓർഗനൈസേഷൻ അത് സെലക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഏത് പേപ്പർ സൈസിലാണ് നമുക്ക് ആ പ്രിന്റ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേപ്പർ സൈസ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അത് പോർട്രേറ്റ് ഉണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ലാൻഡ്സ്കേപ്പ് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതുകൊണ്ട് ലാൻഡ്സ്കേപ്പ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. ഓക്കെ കൊടുത്തിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ ടേബിൾ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കൊരു ടോപ്പിനെ വലിച്ച് ഇവിടോട്ട് ഇടുന്നു. അതിനുശേഷം ഇതിന്റെ താഴത്തോട്ട് മൗസ് കൊണ്ടുപോകുമ്പോഴത്തേക്കും അടുത്ത ഇത് വരും. റൈറ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ റൈറ്റിലെ ഇത് വരും. സൈഡിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും സൈഡിലത്തെ ഇതും വരും. ഓക്കെ, ഇതിന്റെ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പാണ്, അതായത് ടോപ്പ് പ്ലെയിൻ ആണ്. അതിന് നമുക്ക് സ്മാർട്ട് ഡയമെൻഷൻസ് കൊണ്ടുവന്ന് ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ റേഡിയസ് എല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് തന്നെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ റേഡിയസ് എത്ര വേണം, സ്മാർട്ട് ഡയമെൻഷൻ റേഡിയസ് ഇത്, അങ്ങനെ എല്ലാ സംഗതികളും ക്ലിക്ക് ചെയ്ത് ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പൈപ്പിന്റെ ലെങ്ത് എത്ര വേണം ഉണ്ടോ. ഈ പൈപ്പ് കൃത്യമായിട്ട് ഈ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്താൽ മാത്രം മതി. കട്ട് ചെയ്തിട്ട് ഇതുമായിട്ട് വെൽഡ് ചെയ്ത് ചേർത്താൽ മതി. ഇതിന്റെ ഫ്രം ഹിയർ ടു ഹിയർ എത്രയാണ് എന്നുള്ളത്, പിന്നെ ഇതിന്റെ ഈ പൈപ്പിന്റെ ലെങ്ത് എത്ര കട്ട് ചെയ്യണം എന്നുള്ളത്, അങ്ങനെ നമുക്ക് ഇതിനകത്ത് നിന്ന് ഡയമെൻഷൻസ് എല്ലാം കൃത്യമായിട്ട് മാർക്കപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഡയമെൻഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതിന്റെ ഓൾറെഡി ഒരു വീഡിയോ വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിളാണ്. ഞാൻ വീണ്ടും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം ഇപ്പൊ തന്നെ സമയം ഒരുപാട് കടന്നുപോയി. അതുകൊണ്ട് ഈ ഒരു സംഗതി നമ്മൾ പ്രിന്റ് എടുത്തിട്ട് അതിനനുസരിച്ചിട്ട് മെറ്റൽ പീസ് കട്ട് ചെയ്തിട്ട് അത് വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ഡിസൈൻ ചെയ്തതുപോലെ തന്നെ ഒരു ടേബിള് നിർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇന്ന് ഇത്രയും ഇൻഫർമേഷൻസ് ആണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഐ എം സൈനിങ് ഓഫ്.